ഈ ഫുട്ബോൾ എന്ന് പറയുന്ന കളിയെ തന്നെ പല ഘട്ടങ്ങളിലായി ഇസ്ലാം മതം കൃത്യമായി തന്നെ അതിനെ നിയന്ത്രിച്ചിട്ടുണ്ട്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. പട്ടി. അതായത് ഫുട്ബോളിലെ പല കാര്യങ്ങളെയും ഫുട്ബോളിന്റെ പല നിയമങ്ങളെയും ഇസ്ലാം മതം എതിർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഉളുപ്പുണ്ടടാ ചക്കണക്ക്, എന്നാ പോവാൻ നോക്കടാ. പോയി വേറെ വല്ല പണിയുണ്ടോന്ന് നോക്കടാ, ഇട്ടിക്കണ്ടപ്പാ. ഇസ്ലാം മതം പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാരിതോഷികത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈസ് മണിക്ക് വേണ്ടി മത്സരിക്കാൻ പാടില്ല. അപ്പോൾ ഫുട്ബോളിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ കോടിക്കണക്കിന് ഇവിടെ പ്രൈസ് മണിയാണ്. അങ്ങനെയെങ്കിൽ ഇസ്ലാം മതത്തിന് വിരുദ്ധമാണ്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. 2, പുരുഷന്മാർ അവരുടെ വയറിന് താഴെ കാൽപാദത്തിന്റെ അവിടം വരെ പൂർണ്ണമായും മറച്ചുകൊണ്ട് ഫുട്ബോൾ കളിക്കണം. ഫുട്ബോൾ അങ്ങനെ കളിക്കാൻ പറ്റും എന്ന് വെച്ചാ വളരെ മോശമാണ്. വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. ഒന്ന്, ഇതിനെല്ലാത്തിനേക്കാളും ഒക്കെ ഉപരി ഇതൊരു സാർവദേശികതയുടെ ഒരു മത്സരമാണ്. ഈ സാർവദേശികയുടെ മത്സരം എന്ന് പറയുമ്പോൾ ലോകത്തിലെ പല സംസ്കാരങ്ങളും ഈ ടിവിയിലൂടെ കാണും, ഈ ടിവിയിലൂടെ അറിയും. അപ്പൊ ലോകം ഇങ്ങനെയല്ല, നമ്മുടെ ഈ മലപ്പുറത്തിന്റെ ചുറ്റുവട്ടത്തല്ല അല്ലെങ്കിൽ അരീക്കോടിന്റെ ചുറ്റുമല്ല ലോകം അതിനേക്കാളും അപ്പുറമുണ്ട്. ലോകത്തിലെ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ആളുകൾ കാണും. അങ്ങനെ എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി കണ്ടാൽ ഏറ്റവും വലിയ തിരിച്ചിട്ടുണ്ടാവും ഈ മതത്തിനാണ്. ഈ മതത്തിന്റെ ചട്ടക്കൂട് പൊളിഞ്ഞു പോകും. അപ്പൊ ആരാത് പറഞ്ഞേ? എടോ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്കോട്ട് ഊഹിക്കാൻ പാടില്ലേ? തന്തയ്ക്ക് പറക്കാത്തത് തെറ്റൊന്നുമല്ല, പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ട് നടക്കരുത്. ഇത് ഒരു വിഷയം മാത്രമല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലാക്കേണ്ടത് ഈ പല കാലഘട്ടങ്ങളിൽ ഫുട്ബോളിനെ ഇസ്ലാം മതം പല രീതികളിൽ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചില മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും കുറുപ്പേറ്റ ആള് വളരെ ഡീസന്റാ. പല നൂറ്റാണ്ടുകളിൽ പല സംസ്കാരങ്ങളിൽ അതിന്റെ ഏറ്റവും പുതിയൊരു മാറ്റമാണിത്. ഇവിടെ ഫുട്ബോളിനെ അല്ല, മറിച്ച് ഫുട്ബോളിലൂടെ ഞമ്മന്റെ ആള് എന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം. ഒരു കാര്യമില്ല, കുറെ മതതീവ്രവാദികൾ പറയുന്നതിനപ്പുറത്തേക്ക് ഞാൻ ഇതിന് വലിയ ഗൗരവം കൊടുക്കുന്നില്ല. അങ്ങനെ പറയരുത് പ്ലീസ്. ഇമാതിരി വിവരക്കേട് എന്റെ അടുത്ത് എടുക്കരുത്. ഇപ്പൊ എനിക്ക് എന്നെ കിട്ടൂല. മേലാൽ എന്റെ പൂടിയന്റെ ചുറ്റുവട്ടത്തിൽ എങ്ങനെ കണ്ടാൽ എന്റെ കാൽ അടിച്ചിട്ട് ഞാൻ എൽഷേപ്പാക്കും. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.